ആലപ്പുഴ ചേർത്തലയിലെയും കോട്ടയത്തെ തിരോധാന കേസുകളിൽ പ്രതിയായ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ തുടരുന്നു. സെബാസ്റ്റ്യന്റെ റിമാൻഡ് കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെയാണ് ജാമ്യത്തിനും ഇയാൾ ശ്രമിച്ചിട്ടില്ല. വിവരങ്ങളുമായി അമിഷ പ്രദീപ് ചേരുന്നുണ്ട്. അമിഷ, മറ്റന്നാളാണ് റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത്. ജാമ്യത്തിനായി ഇയാൾ ശ്രമിച്ചിട്ടുമില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും പോലീസിന് ആവശ്യമായുള്ള എല്ലാ തെളിവുകളും പരിമിതികൾ കടന്നും കണ്ടെത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഈ കേസിന്റെ ഒരു ആഴം എന്ന് പറയുന്നത് ഒരു സീരിയൽ കില്ലർ തലത്തിലേക്ക് പോവുകയാണ്. ആലപ്പുഴയും ചേർത്തലയും കോട്ടയത്തെയും തിരോധാന കേസുകളിലെ പ്രതിയാണ് ഈ സെബാസ്റ്റ്യൻ. എന്തായാലും കൂടുതൽ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രേണുക, ഈ പ്രതിയായിട്ടുള്ള ഈ സെബാസ്റ്റ്യൻ ഇപ്പോഴും ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റന്നാളാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും പ്രതി ജാമ്യത്തിനായി ശ്രമിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, അഭിഭാഷകനെ വേണോ എന്നുള്ള ചോദ്യത്തിൽ പോലും കൃത്യമായൊരു മറുപടി പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. കസ്റ്റഡി കാലാവധി 7 ദിവസത്തേക്കും കൂടി നീട്ടിക്കിട്ടുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും നിലവിൽ ഈ പ്രതി കസ്റ്റഡിയിൽ തുടരുന്നത്. ഈ സാഹചര്യത്തിൽ ജാമ്യത്തിന് പോലും ശ്രമിക്കുന്ന എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. ഇതിന് മുന്നേ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അന്നേ ദിവസം രാത്രിയിലാണ് നിർണായകമായ തെളിവുകൾ ശേഖരിക്കാനായി ക്രൈംബ്രാഞ്ചിന് കഴിയുന്നത്. അത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടാനുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വീണ്ടും ഒരു 7 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ പ്രതിയെ വാങ്ങാനായി ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ നിലവിൽ വീണ്ടും പ്രതി കസ്റ്റഡിയിൽ തുടരുന്നത്. മറ്റന്നാളാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഈ കസ്റ്റഡി കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ വലിയ രീതിയിലുള്ള തുമ്പൊന്നും ഈ ഒരു കേസിൽ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ആകെ കണ്ടെത്താനായി കഴിഞ്ഞത് ഭാര്യ വീട്ടിലുണ്ടായിരുന്ന നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ നിന്ന് നിർണായകമായ കുറച്ച് തെളിവുകൾ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞു. ചുറ്റിക, കത്തി തുടങ്ങിയ ആയുധങ്ങൾ, അതുപോലെ തന്നെ ഡീസൽ, കന്നാസ്, പേഴ്സ് തുടങ്ങിയവയാണ് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താനായി കഴിഞ്ഞത്. എന്നാൽ ആ കാറിലുണ്ടായിരുന്ന കന്നാസ് ഡീസൽ വാങ്ങുന്നതിനായി താൻ വാങ്ങിയതാണ് എന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജൈനമ്മയെ കാണാതായിട്ടുള്ള ഈ ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജൈനമ്മയെ തനിക്കറിയാം, പരിചയമുണ്ട് എന്നും പ്രതി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഈ ഒരു അന്വേഷണവുമായി പ്രതി കൃത്യമായി സഹകരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു ജാമ്യത്തിനും ശ്രമിക്കുന്നില്ല. മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഈ ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനായി ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം പറയാനായി. ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ നിന്നാണ് ഇത്തരത്തിൽ തെളിവുകൾ കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞത്. ഈ പ്രതിയുടെ സെബാസ്റ്റ്യൻ്റെ ഈ വീട്ടിൽ നിന്ന് പള്ളിപ്പുറത്തുള്ള വീട്ടിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ മറ്റും ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ മറ്റും നടത്തിയിരുന്നു. കൃത്യമായ പോയിന്റുകൾ അടയാളപ്പെടുത്തി അത്തരം പോയിന്റുകൾ കേന്ദ്രീകരിച്ച് റഡാർ ഉപയോഗിച്ച് സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ കുഴിയെടുത്ത് പരിശോധിക്കുന്ന തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു. എന്നാൽ അതിലൊന്നും വലിയ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഈ പ്രതിയുടെ സുഹൃത്തായിട്ടുള്ള റോസമ്മയുടെ വീട്ടിലും ഇത്തരത്തിൽ ഒരു റഡാർ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ പരിശോധനയിലും കൃത്യമായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിരുന്നില്ല. ഈ റോസമ്മയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിലും ഒന്നും തന്നെ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രതിയുടെ ഭാര്യയെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയുണ്ടായി. ആ ഒരു മൊഴിയെടുപ്പിലും കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താനായി അല്ലെങ്കിൽ അറിയാനായി ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്തതിലൂടെ സെബാസ്റ്റ്യൻ്റെ ചെറിയ സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താനായി കഴിഞ്ഞത്. ഇനി കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ചേർത്തലയിലുള്ള ഈ സെബാസ്റ്റ്യൻ്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സുഹൃത്തും നിരീക്ഷണത്തിലുണ്ട്. ഇവരെല്ലാം ചോദ്യം ചെയ്യാനായി വീണ്ടും ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നുണ്ട്. ഭാര്യയെയും അതുപോലെ തന്നെ സുഹൃത്തായിട്ടുള്ള റോസമ്മയെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനായി ഒരുങ്ങുന്നുണ്ട്. നിലവിൽ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റന്നാൾ സെബാസ്റ്റ്യൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലും പ്രതി ജാമ്യത്തിനും പോലും ഒരുങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രേണുക.
ശരി അമിഷ, വ്യക്തമാണ് ഒരു വീടും അതിന് ചുറ്റുമുള്ള പറമ്പും ഒട്ടാകെ ഒരു ശ്മശാനമാക്കി മാറ്റിയ ഒരു പ്രതിയാണ് ഈ സെബാസ്റ്റ്യൻ. സീരിയൽ കില്ലർ എന്ന തലത്തിലേക്കൊക്കെ ചിത്രീകരിക്കപ്പെടുകയാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ. എന്തായാലും എങ്ങനെ ഇയാളെയും കൊണ്ട് ഇങ്ങനെ സാധിച്ചു എന്നൊരു കാര്യം കൂടി ഉന്നയിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിലും ചേർത്തലയിലും കോട്ടയത്തെയും തിരോധാന കേസുകളിലെ പ്രതിയായ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ തുടരുന്നു. സെബാസ്റ്റ്യന്റെ റിമാൻഡ് കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ജാമ്യത്തിനും ഇയാൾ ശ്രമിച്ചിട്ടില്ല എന്നുകൂടി വാർത്തകൾ വരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് അമിഷ പ്രദീപ്.